ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കാണാം. ആദ്യം നീറ്റ് കുറച്ച് നേരം നടക്കും, ഒരു മുക്കാൽ മണിക്കൂർ നടന്നതിന് ശേഷം ചായയും കടിയുടെ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ചോറ് അടുപ്പത്ത് വെച്ചു. പിന്നെ കറിക്ക് കായം പരിപ്പുമാണ് കറി വയ്ക്കുന്നത് കേട്ടോ. കായം പരിപ്പും കറി വയ്ക്കുകയാണ്. പിന്നെ അത് വറവിട്ട് കറി മാറ്റി വയ്ക്കുകയാണ്. പിന്നെ മീൻ കിട്ടിയിട്ടോ. മീൻ അടവാണ്. ഞങ്ങളവിടെ ഇതിന് അടവ് എന്നാണ് പറയുക. നിങ്ങളവിടെയൊക്കെ എന്താ പറയുക എന്നുള്ള കമൻറ്റ് ചെയ്യണേ. മീൻ കായം കൂട്ടിയൊക്കെയാണ്. അത് കഴിഞ്ഞ ശേഷം അടുപ്പത്ത് ചട്ടി വെച്ച് മീൻ വറക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ കടല പുഴുങ്ങിയിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ അത് വറവിട്ട് വയ്ക്കാമെന്ന്. ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയില്ല. കറിയും മീൻ വറുത്തതും. അപ്പോൾ ഇത് ചോറിലേക്ക് ഇട്ട് വെച്ചിട്ടാണ് അത് വറവിട്ട് വയ്ക്കുന്നത്. കടല പുഴുങ്ങിയതാണ്. പിന്നെ പാത്രം കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകുന്ന ഒരു തിരക്കുള്ള ദിവസമായിരുന്നു. കാരണം ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ കർക്കിടക സംക്രാന്തിയുടെ എല്ലാവർക്കും വൃത്തിയാക്കേണ്ട സമയമാവുമല്ലോ. അപ്പം ഞങ്ങൾക്ക് കുറച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പണിക്കാരുള്ള സമയമായതുകൊണ്ട് തെങ്ങ് തുറക്കലും തോലിടലൊക്കെ ആയ കാരണം ഞങ്ങൾ ഫുള്ളും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ നാളെ സംക്രാന്തി ആയില്ലേ. അപ്പോൾ അത് കാരണം അടുപ്പത്തെ പണികളൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് പിന്നെ മറ്റുള്ള ജോലികളൊക്കെ നോക്കാൻ തുടങ്ങിയത്. ഈ അടുക്കളയൊക്കെ വൃത്തിയാക്കിയ ശേഷമാണ് മറ്റുള്ള പണികളൊക്കെ ചെയ്യുന്നത്. അപ്പുറത്ത് മരുമകൾ അവിടെ ഒക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നിന്നൊക്കെ അടുക്കളത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള പണികൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആദ്യം ചെയ്തേക്കുന്നത്. തുടച്ചൊക്കെ വൃത്തിയാക്കിയ ശേഷം അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയ ശേഷമാണ് മരുമകളതാ തുടച്ച് വൃത്തിയാക്കണേ. പിന്നെ ബെഡത്തൊക്കെ എല്ലാം തിരുമ്പാണ്ടായിരുന്നെന്ന് എല്ലാം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഊരി എല്ലാ ബെഡുമത്തും ജനലിൻ്റെ കർട്ടനും എല്ലാം ആ മെഷീൻ കൊണ്ടിട്ട് തിരുമ്പുകയാണ്. പിന്നെ അതൊക്കെ വിരിച്ചിട്ട് നല്ല വെയിലായതുകൊണ്ട് ഒന്നും ഉണക്കാനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. വൈകിട്ടെടുത്താൽ മതിയായിരുന്നു. അതുകൊണ്ട് എല്ലാം നല്ല ഉണങ്ങി കിട്ടി. കുറേ ഉണ്ട് ഇനിയൊക്കെ കഴുകി വൃത്തിയാക്കാൻ. കുപ്പിയും പാത്രമൊന്നും ഞങ്ങൾ ആദ്യം കഴുകിയിട്ടില്ല. കുറച്ചൊക്കെ ആദ്യം ജനലും വാതിലൊക്കെ കുറച്ചൊക്കെ തുടച്ച് ആദ്യം വെച്ചിട്ടുണ്ട് 2 ദിവസം മുന്നേ, പണിക്കാരില്ലാത്ത ദിവസം. അപ്പം ഇനി ബാക്കിയുള്ളതൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അടുക്കളയാണ് വൃത്തിയാക്കാൻ കൂടുതൽ പണിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കിയ വെക്കുന്ന കാരണം അടുക്കളയിൽ നിൽക്കുമ്പോഴാണ്. മറ്റുള്ള റൂമും ഇതും വൃത്തിയാക്കാൻ എത്ര ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുക്കളയിലാണ് എല്ലാ ഇതും പുകയും കരിയൊക്കെ പിടിക്കുക. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കലും. ഉള്ളിക്കൊട്ടകളൊക്കെ കഴുകി വയ്ക്കുക. കുപ്പികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളിക്കൊട്ടകളൊക്കെ കഴുകി വയ്ക്കുകയാണ്.
ഇനി സെൽഫ് വൃത്തിയാക്കാണ്ട് അടുക്കളയിൽ. ഇത് മൊത്തം വൃത്തിയാക്കി വെക്കാനുള്ളതാണ്. എല്ലാം താഴേക്ക് ഇറക്കി വെച്ചതാണ്. ഇനി ഇതാ ഓരോന്ന് റെഡിയാക്കിയിട്ട് ഇങ്ങനെ രണ്ടാമതും തുടച്ചൊക്കെ പൊടിയൊക്കെ തട്ടി തുടച്ച് വൃത്തിയാക്കി പേപ്പറൊക്കെ വിരിച്ചിട്ട് ഇനി അതെല്ലാം അതേപോലെ തന്നെ കയറ്റി വെച്ചതാണ്. അത് കാരണം അടുക്കളയിലാണ് പണി കൂടുതൽ പറയുന്നത്, ഇതൊക്കെ വൃത്തിയാക്കി വയ്ക്കുന്ന കാരണം. അപ്പോൾ ഹരിതസേനയുടെ ആൾ വന്ന് അവർക്ക് കവർ എടുത്ത് കൊടുത്തു. അവരതിട്ട് പോവുകയാണ്. പിന്നെ വൈകിട്ട് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വല്യമോള് എല്ലാവരെയും ചായ കുടിക്കാൻ വിളിക്കുകയാണ്. കുറേ തുണികളുണ്ട്, ഇന്നെല്ലാം അയലുമെന്ന് എടുത്ത് കൊണ്ടുവന്ന് വിടണം. ഇനി ഒരുപാട് മടക്കി വയ്ക്കാനുണ്ട്. ഒരുപാടുണ്ടെന്ന് എല്ലാം മടക്കി വയ്ക്കാനുള്ളതാണ്. ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ. ഇനിയൊക്കെ കർട്ടനുകളൊക്കെ ഇടണം, ബെഡിലെ വിരികളൊക്കെ വിരിക്കണം. അപ്പോഴേക്ക് വിളക്ക് കയറായി വിളക്ക് വെച്ചു. പിന്നെ ഇതാ കർട്ടനൊക്കെ റൂമിലൊക്കെ ഇടണം. അപ്പുറത്തെ റൂമിൽ മരുമകൾ ഇടുന്നുണ്ട്. പിന്നെ ബെഡും തിരിയൊക്കെ ശരിയാക്കാം കേട്ടോ. അടുത്ത ജനൽ മട്ടിട്ട് വേണം ഇനി ബെഡ് ശരിയാക്കാൻ. അപ്പം ഇന്ന് നല്ല പണിയെടുത്ത ക്ഷീണങ്ങളാണെന്ന്. രാവിലെ തൊട്ടേ പണിയായത് കാരണം ഒരു ഒഴിവും കിട്ടിയില്ല. അപ്പം ഇനി കർട്ടനൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് വേണം. ബെഡൊക്കെ വിരിച്ചിട്ട് വേണം. കമ്പിളിയൊക്കെ ഇന്ന് തിരുമ്പിയതാണ്, എന്നാലും വേഗം ഉണങ്ങി കിട്ടി. മെഷീനിലിട്ട കാരണം പെട്ടെന്ന് ഉണങ്ങാൻ നല്ല വെയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും, എനിക്ക് പിന്നെ വോയിസ് കൊടുത്ത അത്ര പരിചയമില്ലാത്തതുകൊണ്ട് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ കൊടുക്കണ കാരണമാണ് തപ്പിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞത്. ഇനി മുന്നോട്ട് പോകുന്നിടത്തോളം നന്നാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ തലേണ കവറൊക്കെ ഇട്ട് വെച്ചിട്ട് വേണം ഇനി ചോറിനിട്ട് രാത്രി കിടക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ രണ്ടാമതും പറയാണ്. പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ പിന്നെയും പറയുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു മടിപ്പ് പോലെ തോന്നും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ആദ്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ളൊരിത് തോന്നുന്നത്. അപ്പം ഇനി അടുത്തതിനൊക്കെ നന്നാക്കാൻ നോക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇനി നാളെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടാറ്റാ, ബൈ ബൈ, സി യു. ഓക്കെ.